സൂപ്പർ താരം റാഫിന്യ ബ്രസീലിൻ്റെ 10-ാം നമ്പർ ജേഴ്സിയിൽ കളത്തിലിറങ്ങും. ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വെനസ്വേലയുമായിട്ടും അതുപോലെ ഉറുഗ്വേയുമായിട്ടാണ് ബ്രസീൽ 2 മത്സരങ്ങൾ കളിക്കുന്നത്. നവംബർ 15-ന് വെനസ്വേലയുമായിട്ടും നവംബർ 20-ന് ഉറുഗ്വേയുമായിട്ടാണ് മത്സരങ്ങൾ. രണ്ടും നല്ല ഓപ്പോസിറ്റെ സംബന്ധിച്ചിടത്തോളം ഉറുഗ്വേ വെനസ്വേല അറിയുമ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ ബ്രസീൽ അർജൻറ്റീനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് നമുക്കറിയാം. ഈ 2 മത്സരങ്ങളിൽ, ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലെ ഈ 2 മത്സരങ്ങളിൽ സൂപ്പർ താരം നെയ്മർ അവൈലബിൾ അല്ല. കുറച്ച് മുന്നേ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ മുന്നൊക്കെ അടുത്ത ഒരു ടീമിൻ്റെ പ്രഖ്യാപന സമയത്ത് അല്ലെങ്കിൽ അടുത്ത ബ്രസീലിൻ്റെ മത്സരം വരുമ്പോൾ നെയ്മറിനെ മഞ്ഞക്കുപ്പായത്തിൽ കാണാൻ കഴിയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതിൻ്റെ ചർച്ചകൾ വന്നിരുന്നു. അതിൻ്റെ അതേമാതിരി തന്നെ നെയ്മർ കളത്തിൽ ഇറങ്ങുകയും ചെയ്തു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇറങ്ങിയ മത്സരം തന്നെ പകരക്കാരനായി ഇറങ്ങിയ മത്സരം വരെ അദ്ദേഹത്തിന് മുഴുവനാക്കാൻ കഴിയാതെ പരിക്കിൻ്റെ പിടിയിലായിട്ട് തീരാത്ത പരിക്ക് കാരണം അദ്ദേഹം കരിയർ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 10-ാം നമ്പർ ജേഴ്സിയിൽ ഇനി കളിക്കാൻ പോകുന്നത്, ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിക്കാൻ പോകുന്നത് സൂപ്പർ താരം റാഫിന്യയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. റാഫിന്യയുടെയും അതുപോലെ വിനീഷ്യസിൻ്റെയും ഒക്കെ കാര്യത്തിൽ അവരുടെയൊക്കെ പോയത്തെ ഈ ഒരു ഫോം കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെ കടന്നു പോകുകയാണ് എന്ന് നമുക്ക് തോന്നിക്കാവുന്ന ഈ ഒരു ഫോമിൽ ബ്രസീലിന് നല്ലൊരു പ്രതീക്ഷയാണ് ഇരുവരും നൽകുന്നത് അല്ലേ. റയലിന് വേണ്ടിയിട്ടും ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ രണ്ടാളും തകർത്ത് കളിക്കുമ്പോൾ ബ്രസീലിന് തന്നെയാണ് കാര്യമായിട്ടും അത് നേട്ടം കൊയ്യുന്നത്. ഇവരുടെ കൂടെ സൂപ്പർ താരം നെയ്മർ കൂടി പരിക്ക് മാറി എത്തിയാൽ ആ ഒരു ടീമിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റ നിര ഒന്നുകൂടിയും ബെറ്റർ ആകും. അതുപോലെ തന്നെ 2026 വേൾഡ് കപ്പിലേക്ക് അല്ലെങ്കിൽ 2026 വേൾഡ് കപ്പ് ടാർഗറ്റ് ചെയ്യുന്ന ബ്രസീലിന് ഒന്നുകൂടിയും ബെറ്റർ എക്സ്പീരിയൻസ് ആവും. നല്ലൊരു ടീം വാർത്തെടുക്കാൻ പരിശീലകന് കഴിയും. ഏതായാലും നമ്പർ 10 ജേഴ്സിയിലാണ് റാഫിന്യ ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ജേഴ്സി കൊടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച താരം തന്നെയാണ് റാഫിന്യ. കാരണം ബാഴ്സയിൽ അദ്ദേഹം എത്രത്തോളമാണ് ഇപ്പോൾ കളിക്കുന്നത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഗോളുകളും അസിസ്റ്റുകളുമായിട്ട് നിറയാണ് ബാഴ്സയിൽ. തൊട്ടുപിറകെ വിനീഷ്യസും ഉണ്ട് കളത്തിൽ, ഹാട്രിക്കുകളും ഗോളുകളും അസിസ്റ്റുകളുമായിട്ട്. ഏതായാലും ബ്രസീലിൻ്റെ അടുത്ത 2 മത്സരങ്ങൾ നവംബർ 15-നും 20-നും വെനസ്വേലയുമായിട്ടും അതുപോലെ ഉറുഗ്വേയുമായിട്ടുമാണ് നടക്കുന്നത്.